എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് admissions.keralauniversity.ac.in/fyugp 2025/index.php എന്നുള്ള പേജ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ അപ്ലിക്കൻ ലോഗിൻ എന്ന് പറയുന്നത് കാണാം. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ കൊടുത്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പാസ്വേഡ് മറന്നുപോയിട്ടുണ്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷനിൽ നിങ്ങൾക്കിവിടെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറാണോ അല്ലെങ്കിൽ പാസ്വേഡാണോ എന്താണ് മറന്നുപോയത് അത് സെലക്ട് കാറ്റഗറി എന്നുള്ള ഭാഗത്ത് സെലക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഫോർഗോട്ട് ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ അതിൽ ഏതാണോ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറാണോ അല്ലെങ്കിൽ പാസ്വേഡാണോ ഏതാണ് മറന്നുപോയത് അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതിനുശേഷമുള്ള ബാക്കി സ്റ്റെപ്പുകൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ റിക്കവർ ചെയ്തെടുക്കാനും പാസ്വേഡ് ആണെങ്കിൽ പുതിയ പാസ്വേഡ് നൽകി റീസെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അലോട്ട്മെന്റ് പരിശോധിക്കുക. അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി നിങ്ങൾ ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള ആ ഒരു കോളേജ് കോഴ്സുകളായിരിക്കും കാണിക്കുന്നുണ്ടാവുക. എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് അവിടെ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ഒന്നും വന്നിട്ടില്ലെങ്കിൽ നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് പുതിയ കോഴ്സിലേക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. കാരണം ചില വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ കോളേജോ കോഴ്സോ ചേഞ്ച് ആയിട്ടുണ്ടാവില്ല. എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് കോളേജ് ചേഞ്ച് ആയിട്ടുണ്ടാവില്ല എന്നാൽ കോഴ്സ് ചേഞ്ച് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് കോളേജും കോഴ്സും രണ്ടും ചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് നിലവിൽ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൽ ഏത് കോളേജ് ഏത് കോഴ്സാണ് കാണിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കുക. അഥവാ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പുതിയൊരു കോളേജിൽ കിട്ടിയതാണോ എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷനാണ് നേടേണ്ടത്. ഇനിയിപ്പോൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെ അഞ്ചാമത്തെ ഏത് ഓപ്ഷൻ ആയിക്കോട്ടെ നിങ്ങൾ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ തന്നെയാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് ഇപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷൻ അലോട്ട്മെന്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ ഓൾറെഡി ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് വന്നപ്പോൾ പ്രത്യേകിച്ച് കോഴ്സ് മാറിയിട്ടില്ല കോളേജ് മാറിയിട്ടില്ല. അതായത് പ്രത്യേകിച്ച് നോ ചേഞ്ച് ആണ്, ഒരു ചേഞ്ചും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയ കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ നേടുക. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയത് അഞ്ചാമത്തെ ഓപ്ഷനാണെന്ന് വിചാരിക്കുക. അത് നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഓപ്ഷൻ ആയിക്കോട്ടെ ആ ഒരു ഓപ്ഷനാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് ഏത് കോഴ്സിലേക്കാണോ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു കോളേജിൽ പോയിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ അതായത് നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എവിടെയാണോ കിട്ടിയത് അവിടെ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ ലഭിച്ച സീറ്റ് നിങ്ങൾക്ക് നഷ്ടമാവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പോയിട്ട് അഡ്മിഷൻ നേടുക. ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഓഫ് സെക്കൻഡ് അലോട്ട്മെന്റ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏത് കോഴ്സിന്റെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കാണോ അറിയുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഗെറ്റ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഇവിടെ താഴെ ലിസ്റ്റഡ് ആയിട്ട് വരുന്നതാണ്. ഞാനിപ്പോൾ BA ഇംഗ്ലീഷ് മാറ്റിയിട്ട് വേറൊരു കോഴ്സ് സെലക്ട് ചെയ്യാം. അതായത് BA മലയാളം സെലക്ട് ചെയ്യാം. അപ്പോൾ അത് സെലക്ട് ചെയ്ത സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് ഇവിടെ ചില ഭാഗങ്ങളിൽ അതായത് ജസ്റ്റ് ഒന്നും എഴുതാതെ എന്തുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു കാറ്റഗറി വിഭാഗത്തിൽ ആ ഒരു കോളേജിൽ നിലവിൽ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് നടത്തപ്പെട്ടിട്ടില്ല ആ ഒരു സീറ്റിലേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് അതായത് ഓരോ കാറ്റഗറിക്കും ഒരു നിശ്ചിത സീറ്റ് റിസർവ് ഉണ്ട്. എന്നാൽ ആ ഒരു സീറ്റിലേക്ക് നിലവിൽ ആ ഒരു സ്കൂളിൽ അതായത് ആ ഒരു കോളേജിൽ ആ ഒരു അലോട്ട്മെൻറ്റ് നടത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ അവിടെ ജനറൽ കാറ്റഗറിയിൽ ആണ് നിലവിൽ അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. ചിലപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥിക്കും ജനറൽ കാറ്റഗറിയിൽ കിട്ടിയിട്ടുണ്ടാകും. കാരണം ഈ ഒരു ജനറൽ കാറ്റഗറി എന്ന് പറയുന്നത് അതിൽ എല്ലാ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന ഒരു കാറ്റഗറിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ജനറൽ കാറ്റഗറിയിൽ എല്ലാവർക്കും അലോട്ട്മെൻറ്റ് കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് അതായത് ഇപ്പോൾ ഇവിടെ ഒന്നും കൊടുക്കാതിരിക്കുന്ന ആ ഒരു കാറ്റഗറി വിഭാഗത്തിലുള്ളവർക്ക് ചിലപ്പോൾ ജനറൽ കാറ്റഗറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. കാരണം ജനറൽ കാറ്റഗറിയിൽ എല്ലാ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന ഒരു കാറ്റഗറിയാണ് ജനറൽ കാറ്റഗറി എന്ന് പറയുന്നത്.
ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജല്ല, ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ഈ ഒരു മാൻഡേറ്ററി ഫീസ് അടക്കണം. മാൻഡേറ്ററി ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസാണ്. യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് എന്ന് പറയുമ്പോൾ SC/ST വിഭാഗത്തിന് 1390 രൂപയും മറ്റുള്ള വിഭാഗത്തിന് 2800 രൂപയാണ് വരിക. അതുപോലെ തന്നെ നിങ്ങൾ NIOS അതുപോലെ തന്നെ മറ്റ് സംസ്ഥാന ബോർഡുകൾ എന്നിവയിൽ നിന്നും +2 പാസ്സായതാണ് അല്ലെങ്കിൽ തുല്യത പാസ്സായതാണെങ്കിൽ SC/ST വിദ്യാർത്ഥികൾക്ക് 865 രൂപയാണ്, മറ്റുള്ളവർക്ക് 2275 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫീസാണ് നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾ അടക്കേണ്ടതായിട്ടുള്ളത്. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയും നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും അടക്കേണ്ടതില്ല. നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ മാത്രമാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുക. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി, അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പുതിയ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടണം. അപ്പോൾ ഒരു ജൂൺ 26, 27, 28, 30 തീയതികളായിട്ടാണ് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടത്. അപ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങൾ ഏത് ദിവസമാണോ അഡ്മിഷൻ നേടേണ്ടത് എന്ന് പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻസും എടുത്തുകൊണ്ട് പോയിട്ട് വേണം അഡ്മിഷൻ നേടാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ നേടിയവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ ഒരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് കിട്ടിയ കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. കാരണം ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ടെമ്പററി അഡ്മിഷൻ ഇല്ല, പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമാണുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.